കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമ്മെ കാക്കുന്നല്ലോ, ജീവനോടെ കാക്കുന്നല്ലോ, കാലടികൾ വഴുതാതെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി പറയാം. നമ്മെ പിടിച്ചിരിക്കുന്ന ഒരു കരം ശ്രേഷ്ഠമാണ്. അസ പറഞ്ഞതുപോലെ നീ എന്നെ വലം കൈക്ക് പിടിച്ചിട്ട് ഒരിക്കലും കൈവിടാത്ത ആ കരം, ബലമുള്ള കരം കൊണ്ട് നമ്മെ പിടിച്ചെന്തിനാണെന്നറിയാമോ? ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് സർവശക്തന്റെ കരമാണ് നമ്മളെ പിടിച്ച് കൊണ്ടുവന്ന് പാറമേൽ നിർത്തിയത്. നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലുമായിരുന്നു നമ്മെ വായിൽ പുതിയ പാട്ട് തന്ന ഗമനത്തെ സ്ഥിരമാക്കി പാറമേൽ നിർത്തിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കാട്ടൊലിവായ നമ്മെ ആ നല്ല ഒലിവോടെ ചേർത്തൊട്ടിച്ച കർത്താവിന്റെ മഹാകരുണയ്ക്കായി, കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത, നമ്മുടെ വൈരിയുടെ കയ്യിൽ നമ്മെ വിടുവിച്ച, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവത്തിന് നന്ദി പറയാൻ നമുക്കിടയാവും. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ, ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങൾ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം. ഹോവെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകട്ടെ. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന്റെ സാന്നിധ്യം എപ്പോഴും തിരിച്ചറിയാൻ ദൈവം ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ രാജാതി രാജാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന സകല അന്ധകാര മണ്ഡലങ്ങൾ ചിതറിയുമ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടശക്തികൾ ചിതറിപ്പോകും. ദൈവാത്മാവിന്റെ വലിയ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുത്തിയാൽ ലോകത്തിൽ ഒരു ശക്തിക്ക് നമ്മളെ തൊടാൻ കഴിയില്ല. ഉരുക്കേണ്ടതിനെ ഉരുക്കുന്ന, തകർക്കേണ്ടതിനെ തകർക്കുന്ന, ചാമ്പലാക്കേണ്ടതിനെ ചാമ്പലാക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് പകലിലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ആ കരം ഇന്നും നമുക്ക് വേണ്ടി നീട്ടും. അവിടെ നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. മിണ്ടാതിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കും. നാം പ്രതികരിക്കണ്ട, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 22-ാം വാക്യം. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഇവിടെ ഇസ്രായേൽ മക്കൾക്കെതിരെ പ്രവചിക്കാൻ ബാലാഖ്, മോവാബ്യ രാജാവ് ബില്യാമിനെ വിളിക്കുന്ന സന്ദർഭം നമുക്കറിയാം. പക്ഷേ ദൈവം ശപിക്കാത്തവനെ ആര് ശപിക്കുമെന്നും യഹോവ പ്രാകാത്തവനെ ആര് പ്രാകുമെന്നും ഒക്കെ ചോദിച്ചുകൊണ്ട് ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു തലമാണ് ഇവിടെ ഉള്ളത്. പ്രിയരെ, ദൈവം ശപിക്കാത്തവനെ ശപിക്കാൻ ഒരു ശക്തിക്ക് സാധിക്കും. ഏതൊക്കെ ശാപം വന്നാലും, ശപഥം ചെയ്താലും, പൗലോസിനെ കൊല്ലാൻ 40 അധികം ആളുകൾ ശ്രമിച്ചില്ലേ? അവർ ശപഥം ചെയ്തില്ലേ? തിന്നുകയോ കുടിക്കുകയോ ചെയ്ത ഉപവാസം എടുത്തില്ലേ? പക്ഷേ പൗലോസിന് വല്ലതും പറ്റിയോ? ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി, ദൈവിക വാഗ്ദത്തമുള്ളവനെ ഒരു ശാപത്തിനോ ഒരു ശപഥത്തിനോ തൊടാൻ കഴിയത്തില്ലെന്നൂടെ തന്റെ ജനം മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഭാരപ്പെടരുത്, ചിലത് കേൾക്കുമ്പോൾ ഭയപ്പെടരുത്.
നീ രക്ഷപ്പെടത്തില്ല, നീ എഴുന്നേൽക്കത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ ഗതി പിടിക്കത്തില്ല, നീ രക്ഷപ്പെടുന്നത് കാണട്ടെ. ഇന്നലെ പറഞ്ഞതുപോലെ ദൈവത്തിങ്കൽ പോലും രക്ഷയില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് നിരാശപ്പെടാതെ, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതാണ്, ദൈവം ഞങ്ങളെ സഹായിച്ചതാണ്, ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങൾക്ക് ശാപം പറ്റത്തില്ലെന്ന് പറയണം. ഏത് ശപഥമാണെങ്കിലും, ഏത് മന്ത്രവാദമാണേലും, ഏത് ആഭിചാരമാണേലും വിശ്വസ്തയോടെ, പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ അത് തൊടത്തില്ലെന്ന് തന്റെ ജനം അറിയാതിരിക്കരുത്. നമ്മൾ പലപ്പോഴും ഭയത്തിന് അടിമകളാകുന്നു. ചിലത് കേൾക്കുമ്പോൾ നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നു. സഹോദരങ്ങളെ, അങ്ങനെയാകരുത്. ദൈവശക്തി ഇന്ന് പകൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മൈൻഡിലും വന്ന് ഉള്ളിലൊരു ധൈര്യം വ്യാപരിക്കണം. എന്നിട്ട് ബിലെയാം പറയുകയാണ്, ഇസ്രായേലിനെ പറ്റി പറയുന്ന ഭാഗമാണ്, ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. ദൈവമാണ് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്. അടിമത്തത്തെ പൂർത്തിച്ചത് ദൈവമാണ്. മിസ്രൈമിയ വ്യാപാരത്തെ തകർത്തത് ദൈവമാണ്. ഫറവോന്റെ സകല പദ്ധതികളെയും പൊളിച്ചത് ദൈവമാണ്. ദൈവം കൊണ്ടുവരുന്ന ജനം, പ്രിയരെ, ഇന്ന് പകൽ വിളിച്ചോറ, ദൈവം ഞങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവന്നതാ. പാരമ്പര്യങ്ങളും അന്ധകാര മണ്ഡലങ്ങളുടെയും നടുവിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന ജനമാ. പറയാമോ? ദൈവം നടത്തിക്കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ തലമുറകളെ, ദൈവം നടത്തിക്കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ കുടുംബത്തെ. പറയാമോ? ദൈവം കൊണ്ടുവരുന്നതിനെ ദൈവം നോക്കിക്കോളും, ദൈവം വളർത്തിക്കോളും, ദൈവം സംരക്ഷിച്ചോളും, ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. നിങ്ങൾ നിരാശപ്പെടണ്ട. ഒരു ഉറപ്പിനാ പറയുന്നത്, ദൈവം കൊണ്ടുവന്നു, ദൈവമാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങൾ വന്നതല്ല, ദൈവം ഞങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന. പറയാമോ? പിന്നെന്തിനാണ് നിങ്ങൾ നിരാശപ്പെടുന്നത്? ഈ പ്രഭാതത്തിൽ ദൈവമല്ലേ നിങ്ങളോട് മുമ്പോട്ട് പോകാൻ പറഞ്ഞത്? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവശബ്ദമല്ലേ അവിടുന്ന് കേൾപ്പിച്ചത്? ധൈര്യത്തോടെ മൂവ് ചെയ്യാനല്ലേ അവിടുന്ന് പറഞ്ഞത്? അങ്ങനെങ്കിൽ പറ, ദൈവം കൊണ്ടുവന്നു. ദൈവം കൊണ്ടുവന്ന ജനമാണ് ഞങ്ങൾ. ദൈവം നട്ടതാണ്, ദൈവം വളർത്തിയതാണ്. ആർക്കാ പിഴുതു കളയാൻ പറ്റുന്നേ? ഈ ഒരു വിശ്വാസം ഇന്ന് നമ്മുടെ അകത്തുണ്ടാവണം. നിങ്ങളുടെ പ്രസ്ഥാനത്തെ ദൈവം നട്ടതാ, നിങ്ങളെ ദൈവം നട്ടതാ, നിങ്ങളുടെ തലമുറകൾ ദൈവത്തിൻ്റെതാ. ദൈവം കൊണ്ടുവരുന്നു. ഓരോ ദിവസം മരുഭൂപ്രായത്ത് ദൈവം നടത്തിക്കൊണ്ടുവരികയല്ലേ. പിന്നെ ബാക്കിയെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യത്തില്ലയോ? ചൂട് വന്നാലും തണുപ്പ് വന്നാലും എല്ലാം ദൈവം നോക്കിക്കോളും. മരുഭൂമിയിലും മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയും. അടുത്ത് നോക്കൂ, കാട്ടുപോത്തുകൾക്ക് തുല്യമായ ബലം അവരുണ്ട്. ദൈവം കൊണ്ടുവരുന്നവനെ ബലം കൊടുത്താ ദൈവം കൊണ്ടുവരുന്നേ. മരുഭൂമി വാടി തളരാനല്ല, ക്ഷീണിച്ചു പോകാനല്ല, നിരാശപ്പെടാനല്ല, തകർന്നു പോകാനല്ല ദൈവം കൊണ്ടുവന്നത്. കാട്ടുപോത്തിന് തുല്യമായ ബലം, പുറകോട്ട് പോകാനല്ല, ക്ഷീണിച്ചു പോകാനല്ല, ബലത്തോടെ മരുഭൂമിയിലൂടെ ദൈവം നിന്നെ നടത്തുകയാണ്. ചവിട്ടി മെതിക്കേണ്ടതിനെ ചവിട്ടി മെതിക്കാൻ, തകർക്കേണ്ടതിനെ തകർക്കാൻ, മൂവ് ചെയ്യേണ്ടിടത്ത് ശക്തിയോടെ മൂവ് ചെയ്യാൻ ദൈവം നിനക്കൊരു ബലം നൽകിയിട്ടുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ബലം. ആരുടെ മുമ്പിൽ ക്ഷീണിച്ചും തളർന്നും അവശതയോടെ നിരാശയുടെ വാക്ക് പറയുന്നവരായിട്ടല്ല. ദൈവത്തിന്റെ ബലം ഇന്നു പകൽ വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവം കൊണ്ടുവന്നതിനെ ദൈവം ബലപ്പെടുത്തും, ദൈവം കൊണ്ടുവന്നതിനെ ദൈവം സൂക്ഷിക്കും, ദൈവം കൊണ്ടുവന്നതിനെ ദൈവം ശക്തീകരിക്കും. പറയാമോ? ഞങ്ങൾക്കൊരു ബലമുണ്ട്, ഒരു അമിത ബലം ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒടുവിൽ കർത്താവിനോടുത്തെ അമിത ബലത്തിൽ, ആ അമിത ബലം എന്റെ മേൽ ദൈവം നൽകിയിട്ടുണ്ട്. പറ, ദൈവമാണ് ഞങ്ങളെ കൊണ്ടുവന്നതെങ്കിൽ ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നവരായിട്ടല്ല, തളർന്നു പോകുന്നവരായിട്ടല്ല, ബലഹീനരായിട്ടല്ല. കാട്ടുപോത്തിന് തുല്യമായ ബലം നൽകി, ആത്മാവിന്റെ ശക്തി നൽകി, അളവറ്റ വലുപ്പം നൽകി, ആത്യന്ത ശക്തി നൽകി ഞങ്ങളെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. പറയാമോ? എത്ര പേർ മുമ്പോട്ട് ശക്തിയോടെ മൂവ് ചെയ്യും? ദൈവം കൊണ്ടുവന്നെന്ന് ഉറപ്പുള്ളവർ പറ, ഞങ്ങൾ പുറകോട്ട് പോകാനല്ല ദൈവം കൊണ്ടുവന്നത്. ഞങ്ങൾ സകലത്തെയും ജയിച്ച് മുൻപോട്ട് പോകാനാണ് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. അതാണ് അവിടുത്തെ ആഗ്രഹം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാം. ദൈവം കൊണ്ടുവന്നു, ദൈവം കൊണ്ടുവന്നു.
ദൈവം നടത്തി, ദൈവം സൂക്ഷിച്ചു, ദൈവം പരിപാലിച്ചു, ദൈവത്തിന് ശബ്ദം കേൾപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം ഇന്ന് പല അനുഭവിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ദൈവം കൊണ്ടുവന്നു, അടിമത്തത്തെ പൊട്ടിച്ചു കൊണ്ടുവന്നു, നുകത്തെ പൊട്ടിച്ചു കൊണ്ടുവന്നു. യേസ്, ഫറവോന്റെ സകല പദ്ധതികളെയും തകർത്ത് ദൈവം കൊണ്ടുവന്നതിനെ ദൈവം ബലം നൽകി അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകിയിരിക്കാൻ സ്തോത്രം. നിങ്ങളുടെ കൃപ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. ഗിദെയോനോട് പറഞ്ഞതുപോലെ ഈ ബലത്തോടെ നീ പോകാൻ പറഞ്ഞതുപോലെ ഈ ബലത്തോടെ ഞങ്ങൾ മൂവ് ചെയ്യും. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. ദൈവകൃപ ഏറ്റെടുക്കുക. ദൈവമാണ് കൊണ്ടുവന്നതെന്ന് ഉറപ്പാക്കുക. അല്ലെങ്കിൽ നിരാശയുടെ വാക്ക് പറയാതെ ദൈവം ഞങ്ങൾക്ക് ബലം നൽകിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറ. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ നിങ്ങളുടെ സ്വയം പ്രസ്പിക്കുക.